കുട്ടമ്മയില് അപ്പൊ എത്ര ആളുണ്ട് കഥയില് പറയും? 4 ആള്. കാക്കച്ചിണ്ട്, കുട്ടമ്മയിലുണ്ട്, മുള്ളംപന്നിയുണ്ട്, പിന്നെ കരടിമാമുണ്ട്. ഇപ്പൊ കരടിമാമ. അപ്പൊ നമുക്ക് കഥ തുടങ്ങാം. അപ്പൊ ആദ്യം എന്തുണ്ടായത്? കാട്ടില് വലിയ ഒരു ചക്കരമാവുണ്ടായിരുന്നു. വലിയ ചക്കരമാവുമ്പോ നിറച്ച് മാങ്ങ പഴുത്തിങ്ങനെ നിക്കണ സമയം. അപ്പൊ എന്തുണ്ടായത്? കഥയിലത്തെ കുട്ടമ്മയിലിന് വിശന്നിട്ട് വയ്യ. അപ്പൊ കുട്ടമ്മയിലിന് ഓർമ്മ വന്നത് ചക്കരമാവിന്റെ കയ്യില്. അവൻ ചക്കരമാവിന്റെ ചോട്ടിൽ വന്ന എന്തായാലും ഒരു മാങ്ങ കിട്ടും. അപ്പൊ കുട്ടമ്മയില് ചക്കരമാവിന്റെ ചോട്ടിലേക്ക് വരുന്നിട്ടാ. അപ്പൊ നിങ്ങളൊക്കെ അവിടെ നിൽക്ക്. കുട്ടമ്മയിൽ വരട്ടെ. കുട്ടമ്മയിലവിടെ എവിടെ? കുട്ടമ്മയില് ഇതല്ലേ കുട്ടമ്മയില്? അപ്പൊ കുട്ടമ്മയില് ഇങ്ങനെ വരിക. ഞാൻ അവിടെ ഒന്ന് കാണിച്ചു തരാട്ടാ. കുട്ടമ്മയില് അങ്ങനെ വരണം. മുള്ളംപന്നി ഇവിടെ കിടന്നു ഒരു മാങ്ങ തിന്നിട്ട് വയറ് ചോട്ടിലേ. മുള്ളംപന്നി ഇരുന്നോട്ടാ. കണ്ണടച്ചിരുന്നോട്ടാ. കണ്ണടച്ചിരുന്നോ. എന്നിട്ട് അമ്മ പറയുമ്പോ എനിക്ക് ഓടണം ഇവിടെ വട്ടത്തിലിട്ടാ. ഞാൻ ഓടണോട്ടാ. പഴുത്ത മാങ്ങ നിക്കണ കാക്കച്ചി വരുന്നു. കാക്കച്ചിനോട് പറയും. മാങ്ങ വീണു. അപ്പൊ മുള്ളംപന്നി മുള്ളംപന്നി എഴുന്നേറ്റ് കരടി പോയോ? ഈ മാങ്ങ എന്തിന്? മുള്ളംപന്നിയുടെ പുറത്ത് ഈ മാങ്ങ എന്തിന് പറയും. മാമ ഞാനാണ് കുത്തിയിട്ടത്. അതെന്തിനാ? അപ്പൊ അല്ല പാറ പറയാ മാമ എന്റെ പുറത്തേക്കല്ലേ വീണത്. അപ്പൊ എന്തിന് പറയും. എന്തിന് മാങ്ങ പറയും. അപ്പൊ പറയും സമാധാനിക്ക്. നമുക്ക് വഴി ഉണ്ടാക്കാം. കാക്കച്ചി കത്തിയെടുക്കാൻ പോയാ? കാക്ക പറന്നിട്ടല്ലേ കത്തിയെടുക്കാൻ പോയി. കരടിയുടെ കരടി. കരടി. കാക്കച്ചി ഇതേ കത്തിയും കൊണ്ട് വരുന്നു. കാക്കച്ചി കത്തി കൊണ്ടെന്ന് നീ കരടിക്ക് കൊടുക്ക്. കരടി മാമൻ മാങ്ങ പോലെ ഇങ്ങനെ പിടിക്കുക കയ്യില്. മാങ്ങക്ക് അവരൊന്നും ഇല്ല. കൊടുക്കണേ വേണ്ട. അങ്ങനെ ആക്ക്. എന്നിട്ട് അവൾക്ക് കൊടുക്കും ഒരു കഷ്ണം. ഒരു കാക്ക വാങ്ങി ഒരു കഷ്ണം നിനക്ക്. ഒരു കഷ്ണം കയ്യിൽ പിടിക്കേ. മാങ്ങണ്ടി കയ്യിൽ പിടിച്ചില്ലേ? എന്നിട്ട് എന്ത് പറയണം? കൂട്ടുകാരെ നമുക്ക് ഈ മാങ്ങണ്ടി കുഴിച്ചിടാം.
കൂട്ടുകാരെ ഞങ്ങൾക്ക് ഈ മാങ്ങ കൊണ്ട് കുഴിച്ചിടാം. അവരോട് പറയണം എന്താ ഈ മാങ്ങണ്ടി മോഷിച്ചിട്ട് മാവുണ്ടാവും. പറയും മാങ്ങണ്ടി നീ പറയണം. മാവണ്ടി മുറിച്ചാൽ ഞങ്ങൾക്കൊരു മാവുണ്ടാവും. ആ മാവ് വലുതാവുമ്പോ ഒന്ന് നിറച്ച് മാങ്ങിണ്ടാവും. അത് വലുതാവുമ്പോ നിറച്ച് മാങ്ങുണ്ടാവും. മാങ്ങ പഴുക്കുമ്പോ നമുക്ക് തിന്നാം. മാങ്ങ പഴുക്കുമ്പോ നമുക്ക് തിന്നാം. ഈ ചക്കരമാവിന് വയസ്സായി പറയും. ഈ ചക്കരമാവിന് വയസ്സായി. ഇത് കുറച്ച് കഴിഞ്ഞാ കാറ്റും മഴയത്തും വീഴും. കുറച്ച് കഴിഞ്ഞാൽ കാറ്റും മഴയത്തും വീഴും. അപ്പൊ നമുക്ക് വേറെ മാങ്ങ വേണ്ടേ മാങ്ങ തിന്നാൻ? കാരണം മാങ്ങ ഉണ്ട് മാങ്ങ തിന്നാൻ. അപ്പൊ നമുക്കിത് കുഴിച്ചിടാം. അപ്പൊ എല്ലാവരും കൂടി കുഴിച്ചിടാൻ പോകും. കുഴിച്ചിടാൻ വായോ? കുഴിച്ചിടാം. മാങ്ങണ്ടി കുഴിച്ചിടാം. ഇവിടെ കാക്കച്ചി വായോ. ഇവിടെ വന്നില്ലേ വായുണ്ടല്ലോ കാക്കച്ചി. ഇത് വേഗം കയറാം കുഴിച്ചിട്ടിട്ട്. മാന്ത് കൈകൊണ്ട് ഇങ്ങനെ. എനിക്ക് ഞാൻ ഒരു കല്ല് തരാം. എന്തിനാ കുഴിച്ചിടാൻ പോകുന്നേ? മാങ്ങാണ്ടി അല്ലേ? മാങ്ങാണ്ടി കുഴിച്ചിട്ട് എന്തുണ്ടാവാ? ഇട് മാങ്ങാണ്ടി. ഇനി എല്ലാരും കൂടി മണ്ണിട്ട് എങ്ങനെ കാലുണ്ടല്ലടാ കൈകൊണ്ട് ഇട്. ഇട് കാക്കച്ചി. അഞ്ഞ നമുക്ക് ഇതിന് ചുറ്റും എന്നിട്ട് ഒരു പാട്ട് പാടാം. മാങ്ങാണ്ടി കുഴിച്ചിട്ട മാവുണ്ടാവും പറയും. മാവ് വലുതായി മാവുണ്ടാവും. മാവ് വലുതായി മാവുണ്ടാവും. മാങ്ങ പഴുക്കുമ്പോ നമുക്ക് തിന്നാം. മാങ്ങ പഴുക്കുമ്പോ നമുക്ക് തിന്നാം. നമുക്ക് തിന്നാം നമ്മുടെ മക്കൾക്കും തിന്നാം. നമുക്ക് തിന്നാം നമ്മുടെ മക്കൾക്കും തിന്നാം. അവരുടെ മക്കൾക്കും തിന്നാം. നമുക്കും തിന്നാം. ചാട് ഒരു ക്ലാപ്പ് എല്ലാരും. വെരി ഗുഡ്. വീരല്ലേ? അല്ല ഇത് ഏത് മര? ഏത് ഫ്രൂട്ട് ഉണ്ടാവണ മര നോക്കി? ഏതാ? റംബൂട്ടാൻ. റംബൂട്ടാൻ അല്ലെ? ഇല കണ്ടോ അതിന്റെ? റംബൂട്ടാന്റെ അല്ലേ അത്? അത് ശരി. ഇനി ഇപ്പൊ ഏതാ വേറെ? സീതപ്പഴം. വായോ. അതെ ഇത് നോക്കിയാ എല്ലുണ്ടായി നിക്കുന്നുണ്ട്. ഇത് ഏത് ഫ്രൂട്ടാ? ഏത് ഫ്രൂട്ടാ അത്? അതാണ് സീതപ്പഴം. കസ്റ്റാർഡ് ആപ്പിൾ. രണ്ടായത്. അതിന്റെ ഇല നോക്കിയ ഇല വ്യത്യാസം കണ്ടോ? നമ്മള് റംബൂട്ടാന്റെ ഇലയാണോ ഇതിന്? അല്ല, വ്യത്യാസമുണ്ട് അല്ലേ? പിന്നെ ഫ്രൂട്ട് ഇവിടെ പോരെ. വാ ഇതേതാ നോക്കിയേ? ഡ്രാഗൺ ഫ്രൂട്ട്. ഇതേതാ? മുള്ളത്ര കുഴപ്പമില്ല. ഇതേതാ? കഴിച്ചിട്ടുണ്ടോ? ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ല. ഉണ്ടാവും. അല്ലെങ്കിൽ ഇനി അടുത്ത ക്ലാസ്സിൽ വരുമ്പോ കാണാണ്ടായ ഇനിയുണ്ട് ഫ്രൂട്ട്സ് ഉണ്ടാവണത്. ഇതേതാ നോക്കിയേ? ഇതേതാ? പ്ലാവല്ല. ഇതേതാ? ലിച്ചി. ഈ മരം ഏതാ? ലിച്ചി. കണ്ടാ? പിന്നെ ഇതേതാ? ഇതേതാ? സപ്പോട്ട. വെരി ഗുഡ്. ഏതാ അത്? സപ്പോട്ട. ആരൊക്കെ കഴിച്ചിട്ടുണ്ട്? ആരൊക്കെ കഴിച്ചിട്ടുണ്ട്? സപ്പോട്ട ഇഷ്ട? കൊട്ടൊക്കെ ഉണ്ടായി കിടക്കണ്ട. വേണ്ട. ഇത് സപ്പോട്ട. ഇഷ്ടമില്ല കുഞ്ഞിന്? പിന്നെ ഇതേതാ? ഇതൊരു ഫ്രൂട്ട്സിന്റെ മര. ആർക്കൊക്കെ മാങ്ങ ഇഷ്ടം? ഇപ്പൊ ഏതൊക്കെ ഫ്രൂട്ട് നമ്മൾ പഠിച്ചത്?
ആ സീതപ്പഴം, പിന്നെ സപ്പോട്ട, കസ്റ്റാർഡ്, ഇത് കസ്റ്റാർഡ് ആപ്പിൾ, റംബുട്ടാൻ, ആ റംബുട്ടാൻ, ഇതിന്റെ മുകളിൽ മുന്തിരി, അതേ അവിടെ മുന്തിരി ഉണ്ട് മുകളിലേക്ക് കേറുന്നത് കണ്ട, നോക്കിയേ വലയിട്ടെങ്ങനെ കണ്ട മുന്തിരി. പച്ചമുന്തിരി. ഇത് മൂന്നോ അടുപ്പിച്ച് അകന്നോടും. നോക്കണം രണ്ടാളും ഇത് കുടുംബമായിട്ടുണ്ടോ നോക്കണം. ആരെ കുടുംബം ഓടിക്കോ. അതിവിടെ ഇങ്ങനെ ഓടും, ഇങ്ങനെ ഓടും, ഇങ്ങനെടാ കുഞ്ഞു തിരിഞ്ഞേക്ക്. ഇതെങ്ങനെയാ ഓടുന്നത്? കുഞ്ഞെ മേരി, അത് ആരുള്ള നമ്മളുടെ മേരി മാഷ, മാഷേ, മാഷ നമ്മുടെ ടിവിയിൽ ഒരു മാഷുണ്ട്, കരടി വളർത്തണം കാർട്ടൂൺ മാഷ. മാഷിനത്. ആ ശരി. കുഞ്ഞെന്താ വരയ്ക്കുന്നേ? കുതിരയാ? പേരുണ്ടോ കുതിരക്ക്? ശരിക്കുള്ള കുതിരനെ കാണിച്ചു തരാട്ടാ. ഇനി അടുത്ത ക്ലാസ്സിൽ വരില്ലേ? നാളെ വരില്ലേ? നാളെ അവധിയായിരിക്കുമല്ലോ ക്ലാസ്. ഇനി ഇവിടെ വരില്ലേ? വരുമ്പോ നമുക്ക് ശരിക്കുള്ള കുതിരനെ കാണിച്ചു. 2 കളറുള്ള കുതിര, ഒന്ന് കറുപ്പ് വെള്ള, ഒന്ന് വെള്ള മാത്രം. നമ്മുടെ അപ്പുറത്തെ വീട്ടിലുണ്ട്. എന്ത് കളറാ കുഞ്ഞു കുതിരക്ക് കൊടുക്കുന്നേ? ബ്രൗൺ. വെരി ഗുഡ്. മേരി എന്ത് കളറാ കൊടുക്കുന്നേ? ഓറഞ്ച്. മേരി പച്ച പൂക്കൾ മഞ്ഞ ഓടിയുന്ന മേരി കുട്ടിനെ ചെയ്യാൻ പറഞ്ഞിട്ട് അവളോട്. അവനങ്ങനെ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞപ്പോ സമ്മതിച്ചില്ല. അപ്പോഴേക്കും കാട്ടി വെച്ചുള്ളന്ന് നോക്കിയ ഞാൻ പറഞ്ഞു എന്നിട്ടൊന്ന് മാർക്കിസ്റ്റ് ഉള്ളിച്ചോപ്പ് ഓടി വരുന്ന കുതിര കുട്ടിനെ അതെ നല്ല അടി
അല്ല പുറത്ത് എന്ത് കളറാ? ലൈറ്റ് പിങ്ക്, അതായത് ബേബി പിങ്ക് എന്ന് പറയുന്നത്. നീ പേരൊക്കെ ഒന്ന് പറഞ്ഞേ, കുഞ്ഞിന്റെ പേര് പറഞ്ഞേ. പറയ്. എസ്റ്ററാ? ഫുൾ നെയിം പറയ്. എസ്റ്റർ മേരി. മോന്റെയാ? അനോഷ് മാത്യു. ഏത്? അനോഷ് മാത്യു. അനോഷ് മാത്യു. എനോഷ് അല്ല, ഈ അല്ലേ? എനോഷ് മാത്യു. മോളാ? ശരിക്കുള്ള പേര് പറഞ്ഞേ. ശരിക്കുള്ള പേര് പറഞ്ഞേ. ലക്ഷ്മി. പാർവതി. വെരി ഗുഡ്. പാർവതി. ലക്ഷ്മി ഞാൻ അടുത്ത കൊട്ട് കൊട്ടുമ്പോ എന്താ ചെയ്യാ? ആ ചായയിൽ ഇരിക്കണം. കുണ്ടിയുടെ ആരും കാട്ടിൽ ഒരു എന്താ പറയാ, ഒരു കുരുവിയമ്മയും കുട്ടികളും കൂടിയിട്ട് കൂടുണ്ടാക്കി താമസിച്ചിരുന്നു. കുരുവിയമ്മയുടെ കൂട് നല്ല ഉറപ്പുള്ള കൂടാ കുരുവിയമ്മ ഉണ്ടാക്കിയത്. അങ്ങനെ ഒരു ദിവസം രാത്രിയില് 4 കുഞ്ഞുങ്ങളും കുരുവിയമ്മ ഉണ്ടായിരുന്നു. കാറ്റും മഴയും വന്നു രാത്രി, ഭയങ്കര കാറ്റും മഴയും. അപ്പൊ കുരുവിയമ്മ കുട്ടികളങ്ങനെ ചെറുതിൻ്റെ ഉള്ളിൽ പിടിച്ച് ഉറങ്ങണ്. ആ സമയത്ത് കുരുവിയമ്മയുടെ വാതിലുമ്മ തിങ് തിങ് തിങ്ങുന്ന മുട്ടും. അപ്പൊ കുരുവിയമ്മ ആരാന്ന് ചോദിച്ചു. അപ്പൊ പുറത്തുനിന്ന് ഞാനാണ് കുരുവിയമ്മേ, പരുന്തമ്മ എന്ന് പറഞ്ഞു. പരുന്ത്. അപ്പൊ കുരുവിയമ്മ എന്താ പരുന്തമ്മയും ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അതേ കാറ്റും മഴയിലും എന്റെ വീട് പറന്നു പോയി, എനിക്ക് കിടക്കാൻ ഒരു ഇടല്ല. അപ്പൊ എനിക്ക് ഇത്തിരി സ്ഥലം തരണം എന്ന് പറഞ്ഞു. അപ്പൊ കുരുവിയമ്മ പറഞ്ഞു, എന്നപ്പോ ഒരു വാതിൽ തുറന്നു കൊടുത്തു. അമ്മ പരുന്തമ്മ അകത്തേക്ക് കയറി. അപ്പൊ കുരുവിയമ്മ ചോദിച്ചു, പരുന്തമ്മയ്ക്ക് എവിടെയാ കിടക്കണ്ടെന്ന് ചോദിച്ചു. അപ്പൊ അടുക്കളയില് സ്ഥലമുണ്ട് കുറച്ച്, ഇപ്പൊ പരുന്തമ്മ അവിടെ കിടന്നോളൂന്ന് പറഞ്ഞു. അപ്പൊ പരുന്തമ്മ പറഞ്ഞു, അയ്യോ ഞാൻ കുരുവിയമ്മയുടെ കുട്ടികൾ കിടക്കണം ഇവിടെ അടുത്ത് കിടന്നോളാം, എനിക്ക് അതാ ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പൊ പാവം കേക്ക്. അപ്പൊ പാവം കുരുവിയമ്മ വിശ്വസിച്ചു. എന്താ വെച്ചാൽ പരുന്തമ്മ ഒന്നും ചെയ്യില്ല എന്നാണ് കുരുവിയമ്മയുടെ വിചാരം. കുരുവിയമ്മയുടെ നല്ല മനസ്സാണ്, ആരും ഉപദ്രവിക്കില്ല. അപ്പൊ കുരുവിയമ്മ വിചാരിച്ചു എന്റെ പോലെ തന്നെയല്ല അവരുന്ന്. അങ്ങനെ പാവം കുരുവിയമ്മ പരുന്തമ്മയുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ കുരുവിയമ്മ അടുക്കളയിൽ കിടന്നു, പരുന്തമ്മ വരെ കൂടെ കിടന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോ കുരുവിയമ്മ എന്തോ ഒരു കിറുന്നുള്ള ഒരു ശബ്ദം, എന്തോ കടിച്ചു മുറിക്കുന്ന ശബ്ദം. അപ്പൊ കുരുവിയമ്മ അവിടെ ചോദിച്ചു, പരുന്തമ്മ എന്താ അവിടെ ഒരു ശബ്ദം കേൾക്കണേന്ന് ചോദിച്ചു. അപ്പൊ പരുന്തമ്മ പറഞ്ഞു, അതെ ഞാന് പുളിങ്കുരു വറുത്തത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കടിച്ചു തിന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ശരിയെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ വീണ്ടും ആ ശബ്ദം. അപ്പൊ വീണ്ടും ചോദിച്ചു കുരുവിയമ്മ, എന്താ പരുന്തമ്മ അവിടെ ഒരു ശബ്ദം? അത് ഞാന് രണ്ടാമത്തെ നമ്മുടെ പുളിങ്കുരു തിന്നതാന്ന് പറഞ്ഞു. അങ്ങനെ 4 പ്രാവശ്യം ശബ്ദം കേട്ടപ്പോഴും കുരുവിയമ്മ ചോദിച്ചു. അപ്പോഴൊക്കെ പരുന്തമ്മ പറഞ്ഞു, ഞാൻ 3ാമത്തെ തിന്നു, 4ാമത്തെ പുളിങ്കുരു തിന്നു പറഞ്ഞു. അങ്ങനെ ഉറങ്ങി, എല്ലാരും ഉറങ്ങി. നേരം കുറച്ചിങ്ങനെ വെളുക്കണല്ലോ. അപ്പോഴേക്കും കുരുവിയമ്മ ചാടി എണീറ്റു കുഞ്ഞുങ്ങളെ എടുത്തിട്ട് വരാൻ. വന്നു നോക്കിയപ്പോ എവിടെ കുഞ്ഞുങ്ങളില്ല. പരുന്തമ്മേനെയും കാണാനില്ല. പരുന്തമ്മ അതിലൊക്കെ തുറന്നിട്ടിട്ട് പരുന്തമ്മ രക്ഷപ്പെട്ടു കുഞ്ഞുങ്ങളെ തിന്നിട്ടേ. അപ്പൊ കുരുവിയമ്മയ്ക്ക് അങ്ങോട്ട് സങ്കടം സഹിക്കാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ തന്റെ പൊന്നു മക്കളെ ഞാൻ കിടക്കാൻ കൂടില്ലാണ്ട് അഭയം കൊടുത്ത ആള് എന്നെ ചതിച്ച് എന്റെ മക്കളെ തിന്നു. കുരുവിയമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. കുരുവിയമ്മ എന്ത് ചെയ്തെന്ന് അറിയാം? പരുന്തമ്മേനെ അന്വേഷിച്ച് നടന്നു. അപ്പൊ ഒരു മരത്തമ്മ പരുന്തമ്മ അങ്ങനെ കുഞ്ഞുങ്ങളെ തിന്ന് സുഖമായിട്ട് ഇങ്ങനെ വിശ്രമിക്കുക. അപ്പൊ കുരുവിയമ്മേരെ കുറെ കൂട്ടുകാർ കിളികളുണ്ട്. അവരടുത്തൊക്കെ ചെന്നിട്ട് പറഞ്ഞു, ഇന്നേ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്റെ വീട്ടിലേക്ക് വരണം, ഞാൻ നിങ്ങൾക്ക് ഒരു നല്ല സദ്യ ഒരുക്കിയിട്ടുണ്ട്, എല്ലാവരും വരണം എന്ന് പറഞ്ഞു. അപ്പൊ കിളികളൊക്കെ പറഞ്ഞു, നിങ്ങൾ വരാന്ന് പറഞ്ഞു. അപ്പൊ പരുന്തമ്മേരെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, പരുന്തമ്മേ ഇന്ന് ഉച്ചയ്ക്ക് എന്റെ വീട്ടിലാണ്, നിങ്ങൾക്കൊക്കെ ഭക്ഷണം ട്ടാ, പരുന്തമ്മ എന്തായാലും വരണം എന്ന് പറഞ്ഞു. ഒന്നും അറിയാത്ത പോലെ കുരുവിയമ്മ സന്തോഷം അഭിനയിച്ചിട്ട് പറഞ്ഞു. കുരുവിയമ്മേരെ ഉള്ളിൽ ഇങ്ങനെ തീയിട്ടാ. എന്താന്ന് വെച്ചാൽ തന്റെ മക്കളെ തിന്നില്ലേ, അതൊന്നും കാട്ടിയില്ല. എന്നിട്ട് അഭിനയിച്ചിട്ട് പറഞ്ഞു,
ഇന്ന് ഉച്ചയ്ക്ക് എന്റെ വീട്ടിലേക്ക് വരണോട്ടോ, ഞാൻ സദ്യ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക്, എല്ലാവരും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പെരുന്തമ്മ എന്തായാലും വരണമെന്ന് പറഞ്ഞു. അപ്പൊ ശരി ഞാൻ വരാന്ന് പറഞ്ഞു. അങ്ങനെ ഉച്ചയായി. കുരുവിയമ്മ എല്ലാവർക്കും നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. അതിൽ കൂടെ എന്ത് ചെയ്തു, കുറച്ച് തീയിട്ടിട്ട് വെള്ളാറം കല്ല് ഇങ്ങനെ ചുട്ട് പഴുത്ത വെള്ളാറം കല്ല് കുറച്ച് തീയിലിട്ട് ചുട്ടിട്ട് ഇങ്ങനെ കരിവിൽ ഇങ്ങനെ വെച്ചുകൂട്ടാം. പിന്നെ എന്നിട്ട് കൽക്കണ്ടം കുറെ ഒരു പാത്രത്തിൽ കൽക്കണ്ടം എടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ കിളികളും ഇങ്ങനെ വന്നിരുന്നപ്പോ കുരുവിയമ്മ ഒരേ കൽക്കണ്ടം കൊത്തിയിട്ട് കിളികളുടെ ഒക്കെ വായയില് കൊണ്ടിങ്ങനെ ഇട്ട് കൊടുത്തു. കുരുവിയമ്മേരെ പരിന്തമ്മേരെ അടുത്തെത്തിയപ്പോ എന്ത് ചെയ്തു, വേറൊരു കയ്യില് ഒരു പാത്രത്തില് ഈ പഴുത്തിട്ടുള്ള വെള്ളാറം കല്ല് പരിന്തമ്മ കാണാണ്ട് ഇങ്ങനെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിന്ന് ഒരെണ്ണം കുക്കോണ്ട് എടുത്തിട്ട് പരിന്തമ്മേരെ വായിലേക്ക് അട്ട് കൊടുത്തു. ഏത് പഴുത്ത് നിക്കണ ഈ വെള്ളാറം കല്ല്. എന്താണ്ടായത്, തൊണ്ടയും കഴുത്തും വയറൊക്കെ കണ്ട് വെന്ത് പരിന്തമ്മ പടഞ്ഞ് ചത്തു. അപ്പൊ കുരുവിയമ്മ തന്റെ മക്കളെ കൊന്ന ആളോട് പകരം വീട്ടി എന്ന് പറഞ്ഞാല് ഒരമ്മേനെ അമ്മമാരെന്ന് പറഞ്ഞാൽ തന്റെ മക്കളെ എങ്ങനെയാണ് അമ്മമാര് മക്കളെ ശ്രദ്ധിക്കുക, അറിയില്ല എല്ലാവർക്കും അമ്മമാര് നോക്കണത്. നിങ്ങൾ അമ്മമാരൊക്കെ എങ്ങനെയാ നോക്കണത്? അപ്പൊ മക്കൾക്ക് എന്തെങ്കിലും അമ്മമാര് സഹിക്കുവോ? ഇല്ലല്ല. അപ്പൊ പരിന്തമ്മേനെ കുരുവിയമ്മക്ക് പരിന്തമ്മോട് എതിരിട്ട് നിന്നിട്ട് പരിന്തമ്മേനെ ഉപദ്രവിക്കാനൊന്നും പറ്റില്ല. കുരുവിയമ്മ ചെറുതല്ലേ. അപ്പൊ കുരുവിയമ്മ എന്താ സൂത്രത്തിൽ കൂടെ പരിന്തമ്മേനെ ശരിയാക്കി. പരിന്തമ്മേനെ വയറൊക്കെ പൊളിഞ്ഞു ചത്തുണ്ട്. അത് ഉണ്ണിയോള് അപ്പോഴേക്കും തിന്നില്ലേ. പരിന്തമ്മ തിന്നു കഴിഞ്ഞാ പിന്നെ കിട്ടില്ലല്ലോ, കടിച്ചു മുറിച്ച് തിന്നില്ലേ. അപ്പൊ കുരുവിയമ്മ അങ്ങനെ പകരം വീട്ടി പരിന്തമ്മോട് കൽക്കണ്ട എല്ലാവർക്കും കൊടുത്തു. ഇഷ്ടായില്ലേ? നീ കഥകളൊക്കെ സ്കൂളിൽ ടീച്ചർമാര് ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കണം അവർക്ക്. അതന്നെ. ഈ അമ്മാമ്മ സ്കൂളില് ടീച്ചറല്ലായിരുന്നു, നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ സ്കൂളിൽ പോകുമ്പോ അമ്മാമ്മ എന്ത് ചെയ്യുന്നറിയാ, ഒഴിവുള്ള പീരീഡുകളെ ടീച്ചർമാര് ലീവുള്ള പീരീഡ് ഉണ്ടാവും. അപ്പൊ എന്റെ പീരീഡ് ഞാൻ വരപ്പിക്കും. ടീച്ചർമാര് ലീവുള്ള പീരീഡ് അമ്മാമ്മേനെ ചില ക്ലാസ്സിലേക്കൊക്കെ പോകേണ്ടി വരും. അപ്പൊ അമ്മാമ്മ എന്ത് ചെയ്യുന്ന ലൈബ്രറിയിൽ നിന്ന് നല്ല കഥാപുസ്തകം എടുത്തുകൊണ്ടുപോകും ക്ലാസ്സിലേക്ക്. എന്നിട്ട് കഥ അങ്ങോട്ട് വായിച്ചിട്ട് ഇങ്ങനെ കഥ വായിച്ച് അതേപോലെ അങ്ങോട്ട് ശബ്ദങ്ങളും കഥയിലത്തെ ഇതൊക്കെ അങ്ങോട്ട് അഭിനയിക്കുക. അപ്പൊ അത് കുട്ടികൾക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയാ. അപ്പൊ അവരിങ്ങനെ അതിന്റെ ഒപ്പം അങ്ങനെ ഇരുന്നിട്ട് ആകാംക്ഷയിലിരിക്കുന്നിട്ട് കുഞ്ഞിക്കൂനന്റെ ഒക്കെ കഥ ഭയങ്കര രസമുള്ള കഥയല്ലേ. പിന്നെ പ്രൈവറ്റ മന്ദിരകുലത്തിലെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് ഒരു കഥയുണ്ട്. അപ്പൊ അതൊക്കെ അങ്ങനെ വായിച്ചിട്ട് കുട്ടികൾക്ക് ഇഷ്ടമെന്നറിയാം. അവരിപ്പോഴും വലുതായി എന്ന് കാണുമ്പോ പറയും ടീച്ചറെന്ന് പറഞ്ഞ കഥയെന്ന് ഞങ്ങൾ മറന്നിട്ടില്ല. ഓരോ ക്ലാസ്സിൽ അതൊക്കെ കേക്കാട്ടാ. വരൂല്ലേ ഇനി ഇടയ്ക്കിടയ്ക്ക് വരും ഒഴിവുള്ളപ്പോ. ഓക്കെ, അപ്പൊ എല്ലാരും ഒന്ന് കൈയടിച്ചേ. ലച്ചു, പാറു, മേരി കഥ കേൾക്കാൻ ഇഷ്ടാ. മുട്ടായിയൊക്കെ ഒന്ന് കാപ്പി ചെയ്തേ. പറഞ്ഞു വന്നത് അയച്ചിട്ട് ഒരു കൂലത്തിന് ഒരു വെള്ളം കൊണ്ട് അത് കുടിക്കാൻ നോക്കി. അപ്പൊ എത്തുന്നില്ല. അപ്പൊ ഐഡിയ തോന്നി കാക്കയ്ക്ക്. അപ്പൊ കാക്ക ആ കുടത്തിൽ കൊറേ കല്ലുകൾ ഇട്ടു. അപ്പൊ വെള്ളം കിട്ടി. വെള്ളം കിട്ടിയാ? എങ്ങനെ വെള്ളം കിട്ടിയ? കല്ലിടുമ്പോ എന്താ പറ്റണേ? വെള്ളം പൊന്തി വരും അല്ലേ? അത് എന്നിട്ട് ആ വെള്ളം കുടിച്ചു അല്ലേ? അപ്പൊ അത് എങ്ങനത്തെ കാക്കയല്ല, ബുദ്ധിയുള്ള കാക്ക അല്ലേ? കാക്കയുടെ ബുദ്ധി തെളിയിക്കണ ഒരു കഥ പറഞ്ഞിട്ട് ഞാൻ കഥയല്ല ഉണ്ടായ ഒരു കാര്യം ടീച്ചർ ഞാൻ കണ്ടത്. ഞാനേ എന്റെ വീട്ടില് ഉമ്മറത്ത് ചൂലുകൊണ്ട് ഇങ്ങനെ ഉമ്മറൊക്കെ അടിച്ച് മുറ്റത്തേക്ക്. അപ്പൊ ഒരു പല്ലി ഉണ്ടായിരുന്നു. ആ പല്ലീനെ ഞാൻ ചൂലുകൊണ്ട് അടിച്ച് മുറ്റത്തേക്ക് ഇങ്ങനെ ഇട്ടു. അപ്പൊ അവിടെ എവിടെ ഒരു കാക്ക ഉണ്ടായിരുന്നു. കാക്ക പറന്നു വന്നിട്ട് ഈ പല്ലീനെ
കൊത്തിയപ്പോ പല്ലിയുടെ വാല് മുറിച്ചു. പല്ലീനെ എന്തെങ്കിലും ശത്രുക്കളെ ആക്രമിച്ചാൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല്ലി ചെയ്യണ സൂത്രണം എന്താണ്, വാല് മുറിച്ചിടും. വാല് മുറിച്ചിട്ട് ഈ വാല് കിടന്ന് ഇങ്ങനെ ചാടും, കിടന്നിട്ട് ഇങ്ങനെ പെടയും. അപ്പൊ ശത്രുക്കൾ എന്ത് ചെയ്യും, ഈ വാലുമിലേക്ക് നോക്കണം താത്ത് ഈ നേരം കൊണ്ട് പല്ലി ഓടി രക്ഷപ്പെടും. അതാണ് പല്ലിയുടെ സൂത്രം. അപ്പൊ ഞാൻ ഇത് അടിച്ച് തെറിപ്പിച്ചപ്പോ കാക്ക പറഞ്ഞു നീ പല്ലിന് കൊത്തി. പല്ലിന് കൊത്തിയ ശേഷം പല്ലി വാല് മുറിച്ചു, പല്ലി ഓടിപ്പോയി. വാല് മുറിച്ച ശേഷം കാക്ക പല്ലീനെ വിട്ടു, ഈ വാല് കിടന്ന് ചാടാൻ തുടങ്ങിയിട്ടാണ്. അപ്പൊ ഈ കാക്ക കുറെ നേരം ഈ വാലുമ്മ കൊത്തും, അപ്പോഴും ഈ വാല് ചാടുക, പിന്നെയും കൊത്തും, അങ്ങോട്ട് നീക്കിക്കും, അപ്പോഴും വാല് ചാടുക. അപ്പൊ ഈ കാക്ക എന്താ ചെയ്തെന്നാ ഞാൻ കണ്ടതാ, ഈ കാക്ക ചാടി ചാടി പോയിട്ട് ഒരു കല്ല് കൊത്തി കൊടുത്തിട്ട് ഈ വാലിന്റെ മുകളിൽ വെച്ചു. വാലിന്റെ മുകളിൽ കല്ല കൊണ്ട് വെച്ചു. അപ്പൊ പിന്നെ ഈ വാല് കഴിക്കാൻ പറ്റില്ലല്ലോ, വലിയത്തിന് വലിപ്പുള്ള കല്ലായിരുന്നു. അപ്പൊ കാക്കയുടെ സൂപ്പർ നോക്കിയ നിങ്ങള്, ആ കാക്കയ്ക്ക് ഭയങ്കര ബുദ്ധിയാ. അതേപോലെ കാക്കി ഇവിടെ നിന്നൊക്കെ കോഴിമുട്ട, അവിടെ കോഴിയുള്ളതല്ലേ. അപ്പൊ ആദ്യമൊക്കെ കോഴി മുട്ടയിട്ട് കൊത്തുമ്പോ അതിലടച്ചുണ്ടാവില്ല കൂടിന്റെ. അപ്പൊ കാക്ക പോയിട്ട് ഈ മുട്ട എടുത്തോണ്ടോ, ഈ കാക്ക എന്താ ചെയ്യുന്നതല്ലോ, ഈ മുട്ട കൊണ്ടുപോയിട്ട് ഒരു ദിവസം ഞാൻ കണ്ടതാ, വാഴയുടെ പട്ട അങ്ങനെ നിൽക്കില്ലേ, വാഴപ്പട്ട അതിന്റെ ഇത്തിരി സ്ഥലങ്ങളുണ്ട് കോളയുടെ ഉള്ളിൽ, വാഴയുടെ പട്ട അങ്ങനെ തുടങ്ങുന്നിടത്ത് ഒരു കുഴിയുണ്ട്, അതിൽ കൊണ്ടുവച്ചിട്ട് ഒരു വാഴയുടെ ഇല കൊക്കൊണ്ട് ഇങ്ങനെ കൊത്തിയെടുത്തു ഒരു കഷ്ണം, എന്നിട്ടുണ്ട് അതിൽ അത് മൂടി വെച്ചു അതിന്റെ ഉള്ളില്. കാക്കയ്ക്ക് അറിയാം, എന്നിട്ട് കാക്കിന്നല്ലോ പിന്നെ ഓർമ്മ വരുമ്പോ ആവശ്യം വരുമ്പോ വന്നിട്ട് എടുത്തുകൊണ്ടുപോകും. എന്നിട്ട് അതിന്റെ കുട്ടികൾക്കൊക്കെ കൊണ്ട് കൊടുക്കും.